കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണം. ഉച്ചയോടെ ഉണ്ടായ ശക്തമായ തിരയടിച്ചിലിൽ തീരദേശ റോഡിന് സമീപത്തെ കെട്ടിട ഭാഗങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്താണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. ഉച്ചയോടെ ഉണ്ടായ ശക്തമായ തിരയടിച്ചിലിൽ തീരദേശ റോഡിന് സമീപത്തെ കെട്ടിട ഭാഗങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ശക്തമായ തിരയടിച്ചിലാണ് പ്രദേശത്തുള്ളത്. കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്താണ് സംഭവം. കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണമാണുള്ളത്. ഉച്ചയോടെ ഉണ്ടായ ശക്തമായ തിരയടിച്ചിലിൽ തീരദേശ റോഡിന് സമീപത്തെ കെട്ടിട ഭാഗങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ശക്തമായ തിരയടിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സ്ഥിതി എന്താണ്? സമീപവാസികൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകിയോ? വിശദാംശങ്ങൾ. അർജുന, ഇന്ന് 1:30 കൂടിയാണ് സംസ്ഥാന പാതയ്ക്ക് തൊട്ട് സമീപത്തായി തൃക്കണ്ണാട് വലിയ രീതിയിലുള്ള കടൽക്ഷോഭം രൂക്ഷമായത്. സംസ്ഥാന പാതയിൽ നിന്ന് കടലിലേക്ക് ഇനി 10 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മഴക്കാലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ്. കടൽക്ഷോഭം മൂലം നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതാണ്. അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഈ മഴക്കാലം ആരംഭിക്കുമ്പോഴും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രദേശവാസികളും ഈ കടലോരത്തെ വാസിക്കുന്ന തീരദേശവാസികളും കടുത്ത ജാഗ്രതയിലാണ്. വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. ഈ സ്വന്തം ഭവനങ്ങൾ പോലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ജിയോ ബാഗുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം ഈ കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ നശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇനി എന്ത് ചെയ്യണമെന്ന് വളരെയേറെ ആശങ്ക ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അടക്കം സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എല്ലാ മഴക്കാലത്തും ഇത്തരത്തിൽ കടലാറ്റം രൂക്ഷമാവുകയും കടൽ ഭിത്തി നശിക്കപ്പെടുകയും തങ്ങളുടെ താമസ സ്ഥലം പോലും നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സുത്തരമായ ഒരു നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇനിയും തയ്യാറാവാത്തതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമായി മാറുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനയാണ് പ്രദേശവാസികളിൽ നിന്നും പങ്കുവച്ചത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. കാസർഗോഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ KSTP പാതയ്ക്ക് തൊട്ട് സമീപം വരെ കടൽ വെള്ളം എത്തി എന്നുള്ളത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കടലിനും ഈ പാതയ്ക്കും തമ്മിൽ ഇനി 10 മീറ്ററോളം മാത്രമാണ് ദൂരമുള്ളത്. എന്തായാലും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുജ, കാസർഗോഡ് തൃക്കണ്ണാടാണ് കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. ഉച്ചയോടെ ഉണ്ടായ ശക്തമായ തിരയടിച്ചിലിൽ തീരദേശ റോഡിന് സമീപത്തെ കെട്ടിട ഭാഗങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നിലവിൽ തീരദേശവാസികൾ സമീപവാസികളെല്ലാം കടുത്ത ജാഗ്രതയിലാണ് തുടരുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.